അതെങ്ങനെ 1912 മരണപ്പെട്ടുപോയ കേരളക്കരയിൽ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് മുജാഹിദ് വിഭാഗത്തിന്റെ നവോത്ഥാന നായകനാകുന്നത്? അയാൾ ഇസ്തിഗാസ വിരുദ്ധനായിരുന്നോ? അയാൾ തവസ്സുലിനെ എതിർത്ത വ്യക്തിയായിരുന്നോ? സ്ത്രീകൾ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നോ സനാഉല്ലാ മക്തി തങ്ങൾ? അദ്ദേഹം നബിദിനം കഴിക്കേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നോ? മക്തി തങ്ങളുടെ ചരിത്രം പഠിക്കണം മുജാഹിദ് സുഹൃത്തുക്കൾ. സനാഉല്ലാ മക്തി തങ്ങൾ സുന്നികളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ വരവ് വെക്കുന്നില്ല. പക്ഷേ സനാഉല്ലാ മക്തി തങ്ങൾ ഇസ്തിഗാസ നടത്തിയിരുന്നയാളാണ്, തവസ്സുലിനെ അനുകൂലിച്ചിരുന്നയാളാണ്, മൗലിദിനെ അനുകൂലിച്ചിരുന്നയാളാണ്, നബിദിനത്തിന് അംഗീകരിച്ചിരുന്നയാളാണ്. പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ നവോത്ഥാനം നടത്തിയ ആളാണ് സനാഉല്ലാ മക്തി തങ്ങൾ. ആ സനാഉല്ലാ മക്തി തങ്ങൾ ഒരിക്കലും ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ല. തൗഹീദിനെ രണ്ടാക്കി വിഭജിച്ചിട്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പണി മക്തിത്തങ്ങൾ ചെയ്തിട്ടില്ല. നാണമില്ലേ നിങ്ങൾക്ക്? മക്തിത്തങ്ങൾ അദ്ദേഹം ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ശൈലി അത് അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒന്നും അറിയപ്പെടാതെ പോയത്. പക്ഷേ ആ മക്തിത്തങ്ങളെയാണ് ആരുമില്ലാഞ്ഞിട്ട് സ്വന്തം അക്കൗണ്ടിൽ കയറ്റിക്കൂട്ടിയിട്ട് 1912 മുതൽ 2012 വരെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കൊണ്ടുപോവാ. നിങ്ങൾ മക്തിത്തങ്ങളെ ഇവിടെ നിന്ന് വായിക്കൂ. മക്തിത്തങ്ങളുടെ ഉദ്ധരണികൾ. മക്തിത്തങ്ങളെ എന്നാണ് ഇസ്തിഗാസയെ എതിർത്തത്? മക്തിത്തങ്ങളെ എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരായി ശബ്ദിച്ചത്? എന്തെല്ലാം വാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അത് പൊള്ളത്തരമാണ്, അത് കളവാണ്, വഞ്ചനയാണ് കാണിക്കുന്നത്. മക്തിത്തങ്ങൾ വഹാബികളുടെ നേതാവായിരുന്നില്ല. പിന്നെ ആരാ നേതാവ്? 1922 ഇവിടെ മുജാഹിദിന്റെ ആശയം കൊണ്ടുവന്ന വക്കം മൗലവിയാണ്. ആ വക്കം മൗലവി എണ്ണിയിട്ട് പറയൂ എത്ര വർഷമാണ് മുജാഹിദ് ആഘോഷിക്കേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് നവോത്ഥാനത്തിന്റെ പൊളിച്ചെഴുത്ത് ഞാൻ അവസാനം നടത്തുന്നുണ്ട്. അങ്ങനെ വക്കം മൗലവിയും KM മൗലവിയും കൂടി ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചിട്ട് അതെ ഇവിടെ ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരുന്ന, റാത്തീബും മൗലിദും കഴിച്ചുകൊണ്ടിരുന്ന, നബിദിനം ആഘോഷിച്ചുകൊണ്ടിരുന്ന, പള്ളികളിൽ അറബി ഖുത്ബ നടത്തിയിരുന്ന, പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിച്ചിരുന്ന ഒരു സമുദായത്തിന്റെ ഇടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കി കടന്നു വന്ന പ്രസ്ഥാനം. അവരിവിടെ കടന്നു വന്നിട്ട് ദുആ, ഇബാദത്ത്, തൗഹീദ്, ശിർക്ക് എന്നീ ടെർമിനോളജികളിലെല്ലാം മാറ്റം വരുത്തിയിട്ട് ഇസ്ലാമിനോ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിനോ പരിചയമില്ലാത്ത ഡെഫിനിഷനുകൾ, നിർവചനങ്ങൾ കൊടുത്ത് ഈ സമൂഹത്തെ മുശ്രിക്കാക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, ഉമർ മൗലവി എന്താ പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞത് അദൃശ്യമായ മാർഗത്തിൽ ഗുണമാശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അദൃശ്യമായ മാർഗത്തിൽ ഗുണമാശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ് എന്ന് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ എഴുതി. എവിടെന്നാണ് ഈ ഒരു ആശയം, ഈ ഒരു ഡെഫിനിഷൻ ആരാധനയ്ക്ക് കിട്ടിയത്? അദൃശ്യമായ മാർഗത്തിൽ ഗുണമാശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ് എന്ന ആശയം മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ആശയമാണ്. അതേപോലെ തന്നെ മുജാഹിദിന്റെ പഴയ നേതാക്കൾ പറഞ്ഞ ഒരുപാട് നിർവചനങ്ങളുണ്ട്. AP അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന ഗ്രന്ഥത്തില് അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം ആരാധനയാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുന്നീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന ഗ്രന്ഥത്തില് രേഖപ്പെടുത്തിയത് അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്തിനാണെന്നറിയോ? ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ ഈ ഡെഫിനേഷൻ നമുക്ക് വേണം. ഇത് മുജാഹിദിന്റെ ആദ്യകാല നേതാക്കന്മാർ എഴുതി വെച്ചതാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടമെന്ന് കുന്നീദ് മദനി മുജാഹിദിന്റെ പഴയകാല നേതാവ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്.
അതേപോലെ തന്നെ മുജാഹിദിന്റെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പുസ്തകം സ്വഭാവ പാഠങ്ങൾ എന്ന KNM മദ്രസാ പുസ്തകത്തിൽ പ്രാർത്ഥന എന്ന പാഠത്തിൽ കൊടുക്കുന്നു, മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റ് ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന അഥവാ ദുആ എന്ന് പറയുന്നത്. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് മറ്റുള്ളവരോട് ചോദിക്കൽ അത് ശിർക്കാണ്. അത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരോട് ചോദിക്കൽ ആരാധനയാണ് എന്ന് മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു. ഇങ്ങനെ മുജാഹിദുകൾ എന്തിനാണ് ഈ വാദം കൊണ്ടുവന്നത്? ഈ വാദം കൊണ്ടുവന്നത് ഈ കേരളക്കരയിൽ അന്ന് ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ അവർ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് സഹായം തേടുന്നവരായിരുന്നു, റിഫായി ശൈഖിനെ വിളിച്ച് സഹായം തേടുന്നവരായിരുന്നു, അവർ ഖുത്ബിയ്യത്ത് കഴിക്കുന്നവരായിരുന്നു, റബീഉൽ അവ്വൽ മൗലിദ് കഴിക്കുന്നവരായിരുന്നു, റാത്തീബ് കഴിക്കുന്നവരായിരുന്നു, മന്ത്രിക്കുന്നവരായിരുന്നു, ഉറുക്ക് കെട്ടുന്നവരായിരുന്നു, ഏലസ് കെട്ടുന്നവരായിരുന്നു, തബറുക്ക് എടുക്കുന്നവരായിരുന്നു. അപ്പൊ ഇതൊക്കെ ശിർക്കാക്കണം. അങ്ങനെ ചെയ്യുന്നവരൊക്കെ മുശ്രിക്കാവണം. അതിനു വേണ്ടിയാണ് ഈ നിർവചനം കെട്ടിപ്പടച്ചുണ്ടാക്കി മുജാഹിദിന്റെ ആദ്യകാല നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവന്നത്. ഇനി പറയാനുള്ളത് അവിടെ നിന്ന് തുടങ്ങി മുജാഹിദിന്റെ വളർച്ചയും മുരടിച്ചയും തകർച്ചയുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിനു മുമ്പ് ആ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രംഗത്ത് വന്നപ്പോ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന സന്ദേശം അഥവാ അഭൗതികമായ അദൃശ്യമായ മനുഷ്യ കഴിവിനതീതമായ സഹായ ചോദ്യമെല്ലാം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന ഒരു വാദമാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തില് പിന്നീട് മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിയാണ് ചേകന്നൂർ അബുൽ ഹസൻ മൗലവി. അയാൾ ആദ്യം മുജാഹിദുകാരനായിരുന്നു, പഠിക്കണം. ചേകന്നൂർ മൗലവി മുജാഹിദുകാരനായിരുന്നു. ആ ചേകന്നൂർ മൗലവി ഒരു ദിവസം മുജാഹിദീങ്ങളോട് ചോദിച്ചു, അല്ല, നമ്മുടെ വാദം അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്നല്ലേ? ആണ്. എന്നാൽ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം എന്ന് അത്തഹയ്യാത്തിൽ നമ്മൾ പറയുന്നില്ലേ? ഉവ്വ പറയുന്നുണ്ട്. അത് അല്ലാഹ് അല്ലാത്തവരെ വിളിക്കലല്ലേ? അതുകൊണ്ട് അത്തഹയ്യാത്ത് മാറ്റണം. ആര് പറഞ്ഞു? ചേകന്നൂര് മൗലവി പറഞ്ഞു അത്തഹയ്യാത്ത് മാറ്റണം. അപ്പൊ ഇവര് പറഞ്ഞു അത് നടക്കൂല, ഇപ്പൊ തന്നെ നമ്മൾ കൈവച്ച കാര്യങ്ങളൊക്കെ ഒരു വിധത്തിലായിട്ടുണ്ട്, ഇനിയിപ്പോ നിസ്കാരത്തിൽ അത്തഹയ്യാത്ത് കൂടി മാറ്റിയാൽ ഈ സമൂഹം എന്തു പറയും? പറ്റില്ല. അപ്പൊ ചേകന്നൂർ പറഞ്ഞു ഗുഡ് ബൈ. ചേകന്നൂർ ഗുഡ് ബൈ അടിച്ചു. അയാള് പോയി ചേകന്നൂരിസം ഉണ്ടായി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കി. അങ്ങനെ മുജാഹിദ് രണ്ടായി പിളർന്നു. ഏതൊക്കെയാ? KM മൗലവിയുടെയും ആ മുജാഹിദിന്റെ ഔദ്യോഗിക മുജാഹിദും ചേകന്നൂർ മൗലവിയുടെ മുജാഹിദും അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് മുറിഞ്ഞു. ഉമർ മൗലവി മുജാഹിദ്, അതേപോലെ ചേകന്നൂർ മൗലവിയുടെ ഗ്രൂപ്പ്. ഇങ്ങനെ രണ്ടായിട്ട് മുജാഹിദ് അവിടെ തകർന്നു. പിന്നീട് 1941 അബുൽ അഅല മൗദൂദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ രംഗത്ത് വന്നിട്ട് പറയാണ്, ഇങ്ങനൊന്നും പോയാ പോരാ, ഇവിടെ നടക്കുന്ന ഇസ്ലാം അത് ഇസ്ലാം അല്ല, ഒരു പുതിയ ഇസ്ലാം ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ 1941 ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ഉണ്ടാക്കി. മൗദൂദിയാണ്, അബുൽ അഅല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അയാള് ആ രൂപീകരണ യോഗത്തിൽ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്, ഇസ്ലാം പുതുക്കുകയാണ്, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. വിശാലമായൊന്നും അങ്ങോട്ട് കിടക്കുന്നില്ല, കാരണം നമുക്ക് ആഘോഷിക്കാനുള്ളത് വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് മരുന്നിന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്, ഈ ശിഥിലീകരണത്തിന്റെ നാൾ വഴികൾ എണ്ണുമ്പോൾ എണ്ണാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അബുൽ അഅല മൗദൂദി രൂപീകരിച്ചു. ആ രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്താണ് അവർ മുന്നോട്ട് വെച്ച കണ്ടീഷൻ? അതിന് ഷഹാദത്ത് കലിമ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്നു.
അതിന്റെ 8ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് കാണാം, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൽ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിഞ്ഞെങ്കിലേ ജമാഅത്തുകാരനാവാൻ പാടുള്ളൂ. ഗവൺമെന്റ് ജോലിയൊന്നും പാടില്ല, ഗവൺമെന്റ് ജോലിയൊന്നും പാടില്ല. ഇനിയോ തീർന്നില്ല. 9ാം ഖണ്ഡിക 7, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയാണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാകണം, ഗവൺമെന്റ് ജോലിയെല്ലാം രാജിവെക്കണം എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജമാഅത്തുകാരെ കൊണ്ട് ഗവൺമെന്റ് ജോലി രാജിവെപ്പിച്ചുണ്ടാക്കിയ പ്രസ്ഥാനം ആ ജമാഅത്തെ ഇസ്ലാമി. ആ പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആരിഫ് അലി തന്നെ പറഞ്ഞു നോക്കട്ടെ എന്താണ് എന്ന്. ശരിക്ക് ഈ സയ്യിദ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സംഗതിയെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ബന്ധം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒന്നാമത്തെ ആളായിരുന്നു സയ്യിദ് അബുൽ-അഅ്ല മൗദൂദി. 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘത്തിന് അവിഭക്ത ഭാരതത്തിൽ അദ്ദേഹം രൂപം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം 10-70 പണ്ഡിതന്മാർ വേറെയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കൂടെ വന്നിട്ടുള്ള മുഴുവൻ പാശ്ചാത്യൻ ദർശനങ്ങളോടുമുള്ള മൗലികമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി 1941 രൂപം നൽകപ്പെടുന്നത്. സയ്യിദ് മൗദൂദി അതിനു മുൻകൈ എടുത്തു. പക്ഷെ ആ രൂപീകരണ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സംഘടനയുടെ മൗലിക പ്രമാണങ്ങൾ ഖുർആനും പ്രവാചകചര്യയും ആയിരിക്കും, അത് മാത്രമായിരിക്കും. മാത്രമല്ല പ്രവാചകനായിരിക്കും സത്യത്തിന്റെ മാനദണ്ഡം. പ്രവാചകനല്ലാത്ത ഒരാളെയും സത്യത്തിന്റെ മാനദണ്ഡമായി ഈ സംഘം അംഗീകരിക്കുകയില്ല. ഇതാണ് 1941 ജമാഅത്തെ ഇസ്ലാമി. ഖുർആനും സുന്നത്തുമായിരിക്കും സത്യത്തിന്റെ മാനദണ്ഡം. ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുക. ഈ ജമാഅത്തെ ഇസ്ലാമി പാരമ്പര്യമായ വിശ്വാസം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ? ഈ ജമാഅത്തെ ഇസ്ലാമി പാരമ്പര്യമായ ആശയാദർശങ്ങളിൽ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പ്രസ്ഥാനമാണോ? ഒരിക്കലുമല്ല. അതൊരു പുത്തൻ പ്രസ്ഥാനമാണെന്ന് ജമാഅത്തിന്റെ വേറൊരു നേതാവ് പറയും. നിങ്ങൾ കേൾക്കൂ, പുത്തൻ പ്രസ്ഥാനമാണ്. ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. ഇത് ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനമാണ്. പുത്തൻ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുത്തൻ പ്രസ്ഥാനമാണ്. മുജാഹിദിനെ പോലെ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ്. ഇനി ഈ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോ ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ പാടില്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആരംഭകാലത്ത് ഉണ്ടായിരുന്നത്. അത് കേവലം ഒരു ആരംഭകാലത്തെ വാദമല്ല, മറിച്ച് ഇന്നാണ്, നാളെയാണ്, ഖിയാമത്ത് നാൾ വരെയാണ്
അങ്ങനെയാണ്